നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാനിന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ ബോട്ടിലുകൾ നമ്മൾ കളയുന്നത്. അപ്പോൾ ആ കളയുന്ന ബോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും, വേഗം ചെയ്ത് കഴിയുകയും ചെയ്യും. അപ്പം വെള്ളത്തിൻ്റെ ബോട്ടിൽ, പാലിൻ്റെ ബോട്ടിൽ, അങ്ങനെ ഓയിലിൻ്റെ, അങ്ങനെ പല ബോട്ടിലുകളും നമ്മൾ സ്ഥിരം കളയുന്നതുണ്ടാവും. ഞാനിവിടെ ഒരു ഫാബ്രിക് കണ്ടീഷണറിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ കവർ എടുത്ത് കളഞ്ഞു. പിന്നെ അതിൽ നമുക്ക് ഗമ്മ് തേക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗമ്മും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ നന്നായിട്ട് ചുരുട്ടി കൂട്ടിയെടുക്കുക. നന്നായി ചുരുട്ടി കൂട്ടിയെടുത്തതിന് ശേഷം അത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബോട്ടിലിൽ ഗമ്മ് തേക്കുക. ഗമ്മ് ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ തേക്കുന്നത്. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബോട്ടിലിൽ ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പിച്ചി കീറി വെച്ചിട്ടുള്ള ടിഷ്യൂ ഇല്ലേ, ആ ടിഷ്യൂ അതിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിങ്ങനെ ഇതായിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കുക, ഒട്ടിച്ച് വയ്ക്കുക. അങ്ങനെ ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളത് ഫുൾ കവർ ചെയ്തിട്ട് ബോട്ടിൽ കവർ ചെയ്തിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അങ്ങനെ ബോട്ടിലിന് ചുറ്റും അങ്ങനെ ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഗമ്മ് തേച്ച് കൊടുക്കുക. ഇത് എന്നിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം കേട്ടോ. ഇത് ഉണങ്ങണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനൊരു ദിവസം രാത്രിയിൽ ചെയ്തിട്ട് രാവിലെ വരെ വെക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഒന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടിയത്. നന്നായി ഉണങ്ങി കിട്ടിയതിന് ശേഷം ഞാൻ സ്പ്രേ പെയിൻ്റാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ കളറിലുള്ള ആ ഒരു ഗോൾഡൻ കളറാണ്. ആ കളർ തന്നെ സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ട് ഞാനത് അടിക്കുക ചെയ്തത്. സ്പ്രേ പെയിൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ഏത് പെയിൻറ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ മുട്ടേൻ്റെ തോടില്ലേ, അതെടുത്തിട്ട് ഇങ്ങനെ നല്ല ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ മെല്ലെ നഖം വെച്ച് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പൊട്ടിച്ച് ഒരു ഏകദേശം ഒരു ഷേപ്പാക്കി എടുക്കുക. അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ശരിക്കും ശ്രദ്ധിക്കണം, കാരണം ഇത് പെട്ടെന്ന് പൊട്ടി പോകുമല്ലോ മുട്ടയുടെ തോല്. അപ്പോൾ അതുകൊണ്ട് ആ തോട് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ കഴുകി ഉണക്കിയെടുക്കുമ്പം അതിൻ്റെ ഉള്ളിലൊരു വെള്ള പാട ഉണ്ടാകും. അപ്പോൾ ആ പാട കൂടെ നമ്മൾ എടുത്ത് കളയണം. ഇല്ലെങ്കിൽ അത് പെയിൻ്റ് അടിക്കുമ്പോൾ അതിങ്ങനെ ഒരു തരി പോലെ ആയിട്ട് വരും. അപ്പോൾ ആ പാട കൂടി എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്തിട്ട് നമ്മൾ പെയിൻറ് ചെയ്യണം. ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ തോടിൻ്റെ അകത്തും പുറത്തുമൊക്കെ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വയ്ക്കണം. നമ്മൾ പിടിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, ചിലപ്പോൾ അതിങ്ങനെ പൊട്ടി ഇങ്ങോട്ട് പോരും. അതിനുശേഷം ഞാൻ അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഡിസൈൻ പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിൽ ഞാൻ ബ്ലാക്ക് കളർ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കിൽ ഒന്ന് വൈറ്റ് കളറും കൊടുത്തു. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുമാണ്. ഒരുപാട് ചിലവുമില്ല. നമ്മൾ കളയുന്ന സാധനങ്ങളാണ്, അതെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെ
അങ്ങനെ ഞാനൊരു 3-4 മുട്ടത്തോടിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പച്ച തണ്ട് വേണം. ഈ പൂവിനൊരു തണ്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക. ഒരുപാട് കട്ടിയുള്ള കനത്തിലുള്ള പേപ്പർ എടുക്കരുത്. ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. കാരണം ഒരുപാട് തിക്കാവരുത് പറയാൻ കാരണം ഇത് നമുക്കിങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പം നല്ല കട്ടിയുള്ളതാണെങ്കിൽ നമുക്കങ്ങനെ അങ്ങോട്ട് പരത്തി കിട്ടില്ല. അപ്പോൾ ചെറിയൊരു പീസ് എടുത്തിട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നല്ല പരത്തിയെടുക്കുക. ഒരുപാട് കനത്തിലല്ലെങ്കിൽ നമുക്കിത് നല്ല പോലെ കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് വളച്ച് ഷേപ്പൊക്കെ ആക്കി കൊടുക്കാനൊക്കെ പറ്റും. കനത്തിലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറിയ പീസ് എടുത്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതിന് നമുക്ക് ഒരു പച്ച കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. തണ്ടിന് പച്ച കളർ വേണമല്ലോ, അപ്പോൾ പച്ച കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അത് കുറച്ച് സമയം ഒന്ന് വെച്ചാൽ വേഗം ഉണങ്ങി കിട്ടും. എന്നിട്ട് അതിന് ശേഷം ഇതാണ് നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള ബോട്ടിലാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചിട്ട്. അത് കണ്ടില്ലേ, ടിഷ്യൂ ഒട്ടിച്ചപ്പോൾ അതിൻ്റെ മുകളിലൊരു ഡിസൈൻ പോലെ വന്നത് സ്പ്രേ പെയിൻറ്റ് ചെയ്തപ്പോൾ. അതിൻ്റെ മേലെ എന്നിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഈ പച്ച കളറിൽ തണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഒട്ടിച്ചു കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, കുപ്പിയുടെ ഷേപ്പിനനുസരിച്ച്, നമുക്ക് ഓരോ ഐഡിയയ്ക്കനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ഒരു 3 ഫ്ലവറായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം തണ്ടായിട്ട് ആ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് തണ്ടായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മുട്ടത്തോട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൂവും അതിൽ ഗ്ലൂ വെച്ചിട്ട് തന്നെ, ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോക്കേസ് ഐറ്റമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് മുട്ടത്തോട് ശരിക്കും ശ്രദ്ധിക്കണം, അത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ടൊരു നല്ലൊരു സ്ഥലത്ത് എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. തട്ടി വീണ് പൊട്ടിപ്പോവാത്തൊക്കെ ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത് കുറേ കാലം ഇരിക്കും. നമ്മൾ വലിച്ചെറിയുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും മുട്ടത്തോടും കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് നമുക്കൊരു ഷോ പീസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല രസമല്ലേ കാണാൻ. എന്തായാലും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.